നമസ്കാരം ദിവാരേട്ടാ, കുറേ കാലമായി കണ്ടിട്ട്. ദിവാരേട്ടൻ നമ്മളെ പൂർവ്വകാല സുഹൃത്താണ്, നമ്മളെ ഗ്രൂപ്പിലെ സജീവ അംഗമാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. നോക്ക് എവിടെ നിൽക്കണ നോക്കിയ കുമ്പളങ്ങ കുളത്തിൻ്റെ മുകളിലാണ്. ഇതിൽ നിറച്ച് മീനാണ്. കണ്ട എത്ര ഭംഗിയായിട്ടാണ് ആൾ സൃഷ്ടിച്ചിട്ടുള്ളത് നോക്കിയാൽ. കയ്പ്പയ്ക്കും എല്ലാം കൂടി മിക്സാണ്. അതിൻ്റെ അടിയിൽ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ കുമ്പളങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. നെയ്ക്കുമ്പളല്ലത്. ആ അപ്പം ഞാൻ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ സംഭവമായിട്ട് വന്നപ്പോൾ ഇതുവരെയായിട്ടും നമ്മൾക്കും സ്വാഗതമാണ്. കസ്തൂരി മഞ്ഞൾ നമ്മളുടെ മറ്റൊരു കസ്റ്റമർക്ക് കുറച്ച് അർജൻറ്റായിരുന്നു. അപ്പോൾ ഒറിജിനൽ നമുക്ക് കിട്ടാൻ ഗോപേട്ടൻ തന്നു. അപ്പോൾ ദിവാരേട്ടൻ തന്നു. ദിവാരേട്ടൻ്റെ നമ്മൾ യൂട്യൂബ് നമ്മൾ ഷെയർ ചെയ്യൊന്നും കൂടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എടുത്തുള്ളതാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ഭയങ്കര കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും. അതാണ് അതിൻ്റെ. ഓക്കെ, 2 തൈകളും വേണം എനിക്ക്. ഇത് നമ്മുടെ ഷിജിത്ത് തന്നാണ് കേട്ടോ. പണ്ട് എനിക്ക് വിത്തിൻ്റെ ഷിജിത്ത് തന്നുള്ളതാണ്. ഷിജിത്താണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വിത്ത് കൊടുക്കുന്നത്. പറമ്പ് നിറച്ചായി. ഇത്ര മതി ദിവാരേട്ടാ, ഇത് ധാരാളം. അത് നമ്മളൊരു നിയറസ്റ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദിവാരേട്ടൻ്റെ ലേറ്റസ്റ്റ് കൃഷിയാണ്. കിണറിൽ നിറച്ച് മീനാണ്. ഗ്രോ ബാഗ് ഉണ്ട്, ചാക്കുകളിൽ കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞളുണ്ട്, കൂവയുണ്ട്, പിന്നെ ആടുകൾക്കും പശുക്കൾക്കും വേണ്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. തെങ്ങിന് നമുക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയുക, വളം ചെയ്തതിന് ശേഷം പയർ വിതർത്തി കഴിഞ്ഞാലുള്ള ഗുണം അറിയാലോ. ഞാനും ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, നൈട്രജൻ കിട്ടാനുള്ള ഏറ്റവും വലിയ നല്ല മാർഗ്ഗമാണിത്. ഇതിപ്പോൾ നമ്മൾ മേടിച്ച കൃഷിഭവനിൽ നിന്ന് സപ്ലൈ ചെയ്ത കുറച്ച് പയർ, മുളക്, തക്കാളി എല്ലാം കാരണം പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടണമല്ലോ, അല്ലെങ്കിൽ ഇരുന്ന് കേടായി പോകും. പലരും കൊണ്ടിൽ വിതറിയിട്ടുണ്ട്. ജാതി എല്ലാം പൂത്തിട്ടുണ്ട്. ഇത് എന്താണ്, നമ്മളെ ജൈവവളം എല്ലാം കൂടി മിക്സാക്കിയിട്ട് ചേമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, കൊത്തമരയാണിത് മുഴുവൻ. അതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് മീനും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളെങ്കിൽ കയ്പ്പയ്ക്ക ഉണ്ടായി. ഈ കയ്പ്പയ്ക്ക കംപ്ലീറ്റ് അരിഞ്ഞുണക്കി കൊണ്ടോട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഉള്ളൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾ പറഞ്ഞത് മധുരച്ചേമ്പ് നോക്കിയേ. അതിൻ്റെ പൂക്കൾ കണ്ടോ, മധുരച്ചേമ്പ്. നമ്മളെ കന്നച്ചെടിയുടെ ഒക്കെ ഒരു ഇതാണ്. എന്താ ടേസ്റ്റ്? ആ, ഇതെല്ലാം മധുരച്ചേമ്പാണ്. ഇത് ഞാനാദ്യമായിട്ട് കാണുന്നത്. കന്നച്ചെടിയാണ് നമുക്ക് വീട്ടിൽ ഇതിൽ നിൽക്കുന്നത്. പിന്നെ പുള്ളിയുടെ മെയിൻ സംഭവം ആടുംകുട്ടന്മാരാണ്. ഇതൊന്നല്ല, ഇതൊക്കെ ഇപ്പോൾ കുറവാണ്. മൂപ്പര് കുറച്ചതാണ്. ഇവിടെ ഒരു 10-60 ആടുണ്ടായിരുന്നു. ആടിൻ്റെ കൂടാണ്. പ്ലസ് കോവയ്ക്ക ഇതിൻ്റെ മുകളിൽ ചെയ്യാറുണ്ട്. ഞാനിവിടുത്തെ ഒരു സ്ഥിരം വിസിറ്ററാണ്. ഞാൻ അടിച്ച ഒരു ഓട്ടും പാവങ്ങളാട്ടാ. ഞാൻ വെറുതെ അടിക്കാൻ പാടില്ലായിരുന്നു. ഇവനെന്നെ പേടിയാണ്. ഇവനാണ് ഇവിടുത്തെ ചവിട്ട് കാള. എന്താണ് ബ്രീഡറാണ് കേട്ടോ. പുള്ളിയുടെ ജൈവവളം എന്താ, ഇവിടെ ഒരാളെന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ക്യാമറയിൽ. ഇതാണ് ഈ മധുരച്ചേമ്പ് പറിച്ചത്. കണ്ട, കുഴപ്പമില്ല. നമ്മളെ പൂവക്കിഴങ്ങിൻ്റെ ഒരു മോഡലിലേക്ക് പോകണം നമുക്ക്. അപ്പോൾ ടേസ്റ്റിന് ആൾ ലേശം എനിക്ക് പാക്ക് ചെയ്യാണ് കണ്ടത്. പൂവക്കിഴങ്ങ് പുഴുങ്ങിയതിന് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മധുരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ആൾ പോളി ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊഴുത്താണ് അതിൻ്റെ മുകളിൽ പോളി ഹൗസാണ്. ഇവിടുത്തെ കൃഷി നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതെന്താണിത്, മഴ സി ദിവാകരൻ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പുള്ളി ഒരു 10-300 കിലോളം അടക്കിയുണ്ട് ആൾക്ക്. അത് പൊളിച്ചതല്ലാതെ ആൾ വേസ്റ്റ് ചെയ്തില്ല. തോടുകൾ മുഴുവൻ എല്ലാത്തിനും കൊടുക്കുക ചെയ്തത്. നല്ല വഴുക്കല. ആ, വെള്ളം നനച്ചിട്ടുണ്ട്. ആ, നമ്മൾ കേബേജും. അയ്യോ, ഇത് നല്ല വഴുക്കലുണ്ട്. വിട്ട
പക്ഷേ അതിനൊരു ചെറിയ ഞങ്ങൾ എക്സർബൽ എന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ മുഴുവൻ ഇത് വെട്ടി എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെട്ടി തിന്നു പോയി. ഇവിടെ റിസൾട്ട് ഉണ്ട്, കുഴപ്പമില്ല, ഇത് റെഡിയാക്കി എടുക്കാമെന്നുള്ളതെന്ന് തോന്നുന്നു. പിന്നെ മറ്റേതെന്തുണ്ട് പടർത്തുന്നത് കൊത്തമര പയറ് പടർന്നിട്ടുണ്ട് കേട്ടോ. ആ തക്കാളി നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഒരു മാസം കൊണ്ടും കഴിഞ്ഞാൽ ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാവും. തക്കാളിയാണ് ദിവാരട്ടന് ഡ്രാഗൺ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഒരെണ്ണം ഇവിടെ വെച്ചുണ്ടാക്കിയുള്ളതാണ്. ഇതാദ്യം പുള്ളിക്ക് റിസൾട്ട് ഉണ്ടായ ഡ്രാഗനാണത്. ഇത് ആളുടെ അന്ന് റിസൾട്ട് ഉണ്ടാക്കിയ പണ്ടത്തെ ഇതിൽ നിന്ന് ഒത്തിരി ബലം ഉണ്ടായിട്ടുണ്ട് ആൾക്ക്. പോസ്റ്റ് ഇത് ആദ്യത്തെ ഇതാണ്. പിന്നെ ദിവാരട്ടൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ദിവാരട്ടൻ ഫാമിലിയും ചേച്ചിയും ഓർക്കിഡ് എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. അതൊരു ഹൈലൈറ്റാണ് ഇവിടെ. കാണുന്ന മുഴുവൻ വാസ്റ്റായിട്ടുള്ള എല്ലാ വെറൈറ്റി പൂക്കളും അവർ ഇത് ചെയ്യുന്നുണ്ട്. കണ്ടാ ഇതെല്ലാം ഓർക്കിഡാണ്. ഒരുപാട് ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ട്. ഇതിന് പേരൊക്കെ ചേച്ചിക്ക് അറിയുള്ളതുണ്ടല്ലേ. ഇത് ഡാൻസിലെ ഇവിടെ എന്ത് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ചെറുനാരങ്ങയാണ്. ഞാൻ പണ്ടും ഒരുപാട് ചെറുനാരങ്ങ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങോട്ടെ നല്ല വലിപ്പമുള്ള സ്റ്റാൻഡേർഡ് ചെറുനാരങ്ങയാണ്. ഇതാണ് ഓർക്കിഡുകൾ, ചെടികൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് സെറ്റപ്പാണ്. കൃഷിക്കടെ പൂന്തോട്ടങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഡ്രാഗൺ കോൺക്രീറ്റ് പാസ്റ്റിൽ ചെയ്തതിൽ നിന്നൊക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കായകളൊന്നുമില്ല. നന്നായിട്ടുണ്ടായിരുന്നു. ആള് ഫോട്ടോസ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ അടയ്ക്ക ഈ സീസണിൽ അടയ്ക്ക. അപ്പോൾ ഇതാണ് ഈ ആഴ്ച കൊണ്ടുപോകാനാണ്. 100-300 കിലോളം ഉണ്ടാവും. അടയ്ക്കയ്ക്ക് ഇപ്പോൾ വില കുറവാണ്. അപ്പോൾ താങ്ക് യു ദിവാരേട്ടാ. ഓക്കെ.